വിഷപ്പുക നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മരണം സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ. ഈ വിഷപ്പുക വരുന്ന സമയത്ത് ആളുകൾ നടക്കുക അതല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം, വിഷപ്പുക എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് അതുപോലെ തന്നെ ഹൈഡ്രജൻ സയനൈഡ് പോലുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളാണ്. ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ആ പുക വരാൻ തുടങ്ങുന്നു. ഈ പുക എന്ന് പറയുന്നത് എവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? റൂമിന്റെ മുകൾ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ നടക്കുകയോ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷപ്പുക നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു, നമ്മൾ മരണപ്പെടാം. അതിനു പകരം ഞാൻ ഈ കൊടുത്ത രീതിയിൽ ക്രോളിംഗ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം റൂമിന്റെ അടിഭാഗത്ത് ഓക്സിജൻ ഉണ്ടാവും, അതുപോലത്തെ തണുത്ത എയറും ഉണ്ടാവും. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ നിങ്ങൾക്ക് അറിയോ? ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് തീപ്പൊള്ളലേറ്റിട്ടല്ല ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്, അത് വിഷപ്പുക ഉള്ളിൽ ചെന്നിട്ടാണ്. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ കാരണം ഒരാളുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ.